കുഞ്ഞുവാവ ജനിച്ച് ആദ്യത്തെ കുറച്ച് നാളുകളിൽ അമ്മമാർക്കെല്ലാം പാല് കുറവായി. ജനിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 24 hours ചിലപ്പോൾ ഒരു 5 ml പാലൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് വരുന്ന പാലിനെ നമ്മൾ കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം, ന്യൂട്രിയൻസ് എല്ലാം കിട്ടത്തക്ക രീതിയിൽ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ശരിക്കുള്ള മിൽക്ക് പ്രൊഡക്ഷൻ വരണമെങ്കിൽ അതിന് ലാക്ടോജനസിസ് എന്നാണ് വരുന്നത്. അത് വരുന്നത് ഒരു 2 to 4 days ഒക്കെ ആകുമ്പോഴാണ്. അപ്പോൾ സെക്കൻഡ് ഡേ മുതൽ ഒരു 4th day വരെയൊക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് പാല് ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന പാലിനെ നമ്മളൊരു ട്രാൻസിഷൻ മിൽക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ കോൺസെൻട്രേഷൻ കുറയും, ക്വാണ്ടിറ്റി കൂടും. ഒരു 5th day ഒക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ നമുക്കൊരു ഫുൾനെസ് ഓഫ് ബ്രസ്റ്റ് ഫീൽ ചെയ്ത് തുടങ്ങും. അതായത് പാല് നന്നായിട്ടുണ്ടായി, ആ പാല് ബ്രസ്റ്റിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നൊരു ഫീലും നമുക്കുണ്ടായി തുടങ്ങും. ചില സമയത്ത് നന്നായിട്ട് നിറഞ്ഞിട്ട് പാല് തുള്ളിയായിട്ട് പുറത്ത് വരാനും തുടങ്ങും. അപ്പോഴത്തേക്കാണ് നമ്മളൊരു ലാക്ടേഷൻ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് വന്നത്. കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ